ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ് വന്നു, പാലക്കാട്ട് ശ്രീനിവാസന്റെ കേസ് വന്നു, സംജിത്ത് വധക്കേസ് വന്നു. ഇതൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായി ഇവിടെ ഈ ഭീകര സംഘടന എന്താണ് എന്ന് ഇവിടുത്തെ അന്വേഷണ സംവിധാനത്തിനൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്കും വളരെ കൃത്യമായി അറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. ബഹുമുഖ വേഷത്തിൽ വളരെ ആക്റ്റീവാണ് ഈ സംഘടന ഇപ്പോഴും എന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ. ഈ നേരത്തെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ 1000-ഓളം പേരെ കൊന്നൊടുക്കുമായിരുന്നു എന്നുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ 5 പേരിൽ നിന്ന് മാത്രമാണ് ഈ 977 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അറിയപ്പെടാത്ത എണ്ണം എത്രയോ വലുതായിരിക്കും. അത് അങ്ങേയറ്റം ഭയാനകമല്ലേ ആ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും അത് തന്നെയാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്രസക്തമാണെന്നുള്ളതാണ്. കാരണം ഈ ലക്ഷ്യം എന്താണ്? ഇത് നമ്മൾ പറയുമ്പോൾ ഇവിടെ മതം വരേണ്ടി വരും. അത് എന്താ പറയാ, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വേള ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിനേക്കാളും ഇനി നമ്മൾ പറയേണ്ടത് എക്സ് ജിഹാദി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മളൊക്കെ ആ ലെവലിൽ വരെ പോയി നിന്ന് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന ആളുകളാകുമ്പോൾ ഇനി അങ്ങനെ പറഞ്ഞാലേ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്നാണ്. കാരണം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദ് എന്താണ്? ആ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് എവിടുന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത്? ആ ഇൻസ്ട്രക്ഷൻ വരുന്നത് ഖുറാനിൽ നിന്നാണ്. ഇത് മതത്തിന്റെ തന്നെ ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ വിഷയം അത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹമാസിന്റെ ചാർട്ടറിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് ഈ വിഷയം അത് നമുക്ക് ചർച്ചകളിലൂടെ സമാധാന സന്ധി സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. അത് ഒരു സമയം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇതിന്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ജിഹാദാണ് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാം? ഇതറിയാതെയാണ് ഇവിടെയുള്ള പല ഇടതുപക്ഷത്തിന്റെ ആളുകളും തലയിലൂടെ മറ്റേ കള്ളിയുള്ള മുണ്ട് വിട്ടിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നത്. എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ ചെയ്യുന്നത് സത്യത്തിൽ ഈ തീവ്രവാദത്തിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയും, ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾ ജിഹാദ് ചെയ്യുക, യുദ്ധം ചെയ്യുക. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളത്. അത് ഇന്ത്യ എന്നുള്ളത് കൊണ്ടല്ല, ആ പ്രദേശം ഇപ്പൊ അവർ പറയുന്നത് ഇന്ത്യ ആണെന്ന് മാത്രം. അത് കഴിയുമ്പോൾ US കുറിച്ച് പറയും. ഇപ്പോൾ നമ്മൾ US ഒരു മേയർ ന്യൂയോർക്കിൽ അവിടെ ഇലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. കാരണം അവർ ആഘോഷിക്കുന്നത് എന്താണ്? കണ്ടില്ലേ, ഒരു മുസ്ലിം മേയർ വരുന്നു എന്നാണ് അതിനെ അവർ ആഘോഷിക്കുന്നത്. അപ്പൊ മുസ്ലിം മേയർ വരിക എന്ന് പറയുമ്പോൾ അവരതിനെ കാണുന്നത് അതൊരു ഇസ്ലാമിന്റെ ഒരു ബാജിങ് അവിടെ വരുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ലണ്ടനിൽ ഒരു മേയർ വന്നപ്പോൾ അതിനെയും ഇതേപോലെ ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ ഓരോ രാഷ്ട്രത്തിലും ഓരോ പഞ്ചായത്തിലും ഇത് സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണം മതം തന്നെയാണ്. ആ മതത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ വിഷയത്തെ നമ്മൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഇത് ജിഹാദാണ് പ്രശ്നം, ഇത് മതഭീകരതയാണ്, അത് ഇസ്ലാമിക ഭീകരതയാണ്, അതിന്റെ വക്താക്കളാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ധരിക്കുക ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ കുറച്ച് ആളുകളുടെ പേര് കിട്ടി അതോടുകൂടി തീർന്നു എന്നുള്ളൊരു രീതി, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ അതോടുകൂടി എല്ലാം ശരിയായി എന്നുള്ളൊരു ധാരണ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് ലിസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് ആളുകൾ അവിടെ പുറത്തുണ്ട്. അവരുടെ എല്ലാവരുടെയും പോക്കറ്റിൽ ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാവും. ഇനി ലിസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കാഫിർ ആണെങ്കിൽ കൊല്ലപ്പെടേണ്ടവനാണ്. അത് ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ദിമ്മികളായിട്ട് ജീവിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഖുറാനിലെ സൂക്തം തന്നെയാണ് ഞാൻ പറയുന്നത്. ഖുറാനിലെ 9 അതിനകത്ത് സൂക്തം 29, സൂറത്ത് 9 29ാമത്തെ സൂക്തം. ഇതാണ് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ട് ആദ്യമായിട്ടല്ല കൃത്യമായിട്ട് ഖുറാൻ നടപ്പിലാക്കുന്നത്. ജോസഫ് മാഷ് കൈവെട്ടിയത് 5:33 വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെയും മുഹമ്മദ് നബീനെയും ഇതുപോലെ എതിരായിട്ട് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ആ ഇൻസ്ട്രക്ഷൻ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടുക എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജോസഫ് മാഷ വലത് കൈയും വെട്ടി ഇടത്തെ കാലും വെട്ടി. ഇതാണ് നമ്മൾ കണ്ടത്. അതിൽ മദ്രസയിൽ ഇരുന്ന് ഉറങ്ങി ഒരുത്തനുണ്ടായിരുന്നു, അവനാണ് മറ്റേ കൈക്കും വെട്ടിയത്. അവനോട് പറയുന്നത് മാഷ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആ കൈ വെട്ടരുത് എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പറയുമ്പോൾ ഇതെല്ലാം മതം തന്നെയാണ്. ഈ മതത്തിൽ എഴുതി വെച്ച കാര്യം എന്താണ്? ഇത് നമ്മളെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഇത് അറിയില്ല. പക്ഷെ ആ മുസ്ലിങ്ങളെയും കൂടി ഈ പറയുന്ന തീവ്രവാദികളെ
പിന്താങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടെത്തിക്കുമ്പോൾ സത്യത്തിൽ ആരാണ് പോപ്പുലർ ഫ്രണ്ട്, ആരാണ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്താങ്ങുന്നവർ എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വ്യതിരിക്തത കൊണ്ടുവരാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരെല്ലാവരെയും ഒരൊറ്റ അച്ചിൽ വാർത്ത ആളുകളാണെന്ന് തോന്നിപ്പിക്കുമാറ് ഈ പറയുന്ന മുസ്ലിങ്ങളെ മുഴുവൻ കൊലക്കി കൊടുക്കുന്ന ഒരു പണിയും കൂടിയാണ് ഇവിടുത്തെ പൊതു രാഷ്ട്രീയം കൊണ്ടുവെക്കുന്നത്, പൊതു മാധ്യമങ്ങളും കൊണ്ടുവെക്കുന്നത്. അത് നമ്മൾ തിരുത്തണം. ഇവിടെ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ആദ്യം നമ്മൾ ഇതിനകത്ത് ഉത്ബുദ്ധരാക്കേണ്ടത് മുസ്ലിങ്ങളെയും കൂടിയാണ്. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത് ഇസ്ലാമിക ഭീകരതയാണ്, ഇസ്ലാമിൽ അധ്യാപനങ്ങളാണ്. അത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നാൽ, നിങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് എന്നുള്ളത് അവിടെ കുറഞ്ഞു വന്നാൽ അവിടെ തന്നെ ഇതിന്റെ തിരുത്തൽ തുടങ്ങും എന്നും കൂടിയാണ് ഈ പറയുന്നത്. കാരണം ഈ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ നമ്മളെ സിറിയയിലേക്കും അഫ്ഗാനിലേക്കൊക്കെ ആളുകൾ ആട് മേയ്ക്കാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ആളുകൾ പോകുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ RSSനെ കുറിച്ചാണല്ലോ എപ്പോഴും പറയുക. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് എന്നാ പിന്നെ RSSനെ നിരോധിക്കൂ എന്നാണ് പറയുക. ഒരു തരത്തിലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം എന്താണ്, RSSകാരൻ ഇവിടെ RSSന്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് രാജ്യം നന്നാകണം എന്നുള്ളൊരു ചിന്തയും അതോടൊപ്പം തന്നെ ജീവിക്കണം എന്നുള്ള ആത്യന്തികമായ ഒരു ലക്ഷ്യം, അതിന്റെ പുറത്താണ് ഒരു RSSകാരൻ പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അവരുടെ ബാക്കിയുള്ള ഹെയ്റ്റ് എലമെന്റ്സ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറയാം. എന്നാൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷഹീദാവുക എന്നുള്ളതാണ്, മരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താണ്, ഈ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചറിയാണ് RSSകാരന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ഒരു ഭാഗ്യം നമുക്കില്ല എന്ന് തിരിച്ചറിയാണ്. കാരണം RSSകാർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല, എല്ലാ മുസ്ലിങ്ങളെയും വെട്ടിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും വെട്ടിക്കൊല്ലണമെന്നോ ഉള്ളൊരു ലക്ഷ്യം RSSന് ഇല്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരടുത്ത വഴി തേടുകയാണ്. ആ വഴി എന്താണ്, അഫ്ഗാനിലേക്ക് പോവുക, അല്ലെങ്കിൽ യമനിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇതേപോലെ ആട് മേയ്ക്കാൻ പോവുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യുക, എന്നിട്ട് അവിടെ പോയിട്ട് മരിക്കുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ഞാൻ എവിടെന്നെങ്കിലും ആറ്റിക്കുറിക്ക് പറയുന്നതല്ല. നമ്മൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് അടക്കം പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവരിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പല പോപ്പുലർ ഫ്രണ്ടുകാർക്കും അറിയാം RSS ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് കൃത്യമായിട്ട് പുറത്തെത്തിക്കണം, ഈ വിവരങ്ങൾ പുറത്തെത്തിക്കണം. പുറത്തെത്തിച്ച ആളുകളെ ഇതിനകത്ത് ബോധവാന്മാരാക്കണം. എന്നാൽ മാത്രമാണ് ഇതിനകത്തൊരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഈ ലിസ്റ്റും തേടി നമ്മൾ നടക്കും, അവരവരുടെ പണിയായിട്ട് നടക്കും. കുറെ മുസ്ലിങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് എത്തും, ഈ നാട് കുട്ടിച്ചോറാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. യെസ്.